ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ചില കുട്ടികൾ കറിയിലുള്ള തക്കാളി ഉള്ളിയൊക്കെ സൈഡിലാക്കി വെച്ചിട്ടാണ് കറിയൊക്കെ കൂട്ടാറ്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. പിന്നെ ഈ കറി നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. അതായത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്ക് ഈ കറി കിട്ടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 6 പീസ് മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് തക്കാളി ഒരു 4 എണ്ണം അത്യാവശ്യം വലുതന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ചെറുതാണ്, ഒരെണ്ണം മതി. പിന്നെ വെളുത്തുള്ളി ഒരു 6-7 അല്ലി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ച വെളുത്തുള്ളിയുടെ അല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ഈ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണവും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒരു കളറൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. തക്കാളി ഈ ഒരു പാകത്തിന് അരിഞ്ഞാൽ മതി. കാരണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെന്തുടഞ്ഞോളും. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നല്ലോണം ഉടയുന്ന വരെ നമുക്കത് അടുപ്പിൽ വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലായി കൊടുത്താൽ മതി, പെട്ടെന്ന് വെന്തോളും. അപ്പോൾ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളകും അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആ തക്കാളിയിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. വേറെ വെള്ളം നമുക്കിപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നിങ്ങളെങ്ങനെ സാധാരണ കറിയിൽ ചേർക്കുക അത്രയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി ഞാനിവിടെ ഉച്ചക്കും രാത്രിത്തേക്കും വേണ്ടിക്ക് വെച്ചതാണ്. അപ്പം അത്രയും കറി ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി സാധനങ്ങളെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മസാല ഒന്ന് നല്ല അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മേലെ തെളിയുന്നത് വരെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിം അധികമാക്കരുത്, കാരണം മുളക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അടച്ചു വെച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ മുളക് പൊടീൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒറ്റ കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ, കാരണം ഇത് നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇനി വേണമെങ്കിൽ നിങ്ങൾ അവസാനം വെള്ളം ചേർത്ത്, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ അവസാനം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. കാരണം നമ്മൾ ഈ ചൂടോടെ മിക്സിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം സംഭവിച്ചതാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു പാന് ഒന്നും കൂടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം വലിയ ഉള്ളി എടുക്കുന്നുണ്ടെങ്കിൽ പകുതി ഉള്ളി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ തക്കാളി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ മീനിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 നേരത്തേക്കുള്ള കറിയാണിത്. നിങ്ങൾക്ക് ഒറ്റ നേരം മതിയെങ്കിൽ പകുതി എടുത്താൽ മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇനിയിപ്പോൾ ഇവിടെ ആ ഒരു മീൻ മാത്രം വേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. മീൻ പെട്ടെന്ന് വെന്തോളും, ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല നല്ല കുറുകിയ കറിയാണ്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൊറോട്ടയോ മറ്റോ തിന്നാനാണെങ്കിൽ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്